ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പെൻ ഡ്രൈവ് യൂസ് ചെയ്ത് MI ബോക്സിലും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ടിവിയുടെയും ഇൻറ്റേർണൽ സ്റ്റോറേജ് എക്സ്പാൻഷനാണ് നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആപ്പുകളെല്ലാം ഈ ഒരു പെൻ ഡ്രൈവിലോട്ട് എങ്ങനെ മൂവ് ചെയ്യാം, അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നമ്മൾ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് മൂവ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആപ്പ് മൂവ് ആയിക്കോളും. അപ്പോൾ വീഡിയോ നോക്കാം. ഇതിനുവേണ്ടി നമ്മളൊരു 16 GB സാൻഡ് ഡിസ്കിൻ്റെ പെൻ ഡ്രൈവാണ് കണക്ട് ചെയ്തേക്കുന്നത് MI ബോക്സിൽ. എൻ്റെ USB ഹബ്ബ് വഴിയാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ടി വിയിലോട്ട് നോക്കാം. ടി വിയിൽ നമുക്ക് ഇതിനായിട്ട് പോകേണ്ടത് സെറ്റിങ്സ് ബട്ടണിലാണ്. ഏറ്റവും മുകളിൽ ക്ലോക്കിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഒരു ബട്ടൺ കാണാം, സെറ്റിങ്സ് ബട്ടൺ. അപ്പോൾ അപ്പാരോ അടിച്ചിട്ട് നിങ്ങളതിൽ ക്ലിക്ക് ചെയ്യുക. സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് ഡിവൈസ് പ്രിഫറൻസിലോട്ട് വരിക. ഇവിടുന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ചിലപ്പോൾ സ്റ്റോറേജ് ആൻഡ് റീസെറ്റ് എന്നൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ സ്റ്റോറേജ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ പഴയ ഒരു പെൻ ഡ്രൈവ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞതാണ്. അപ്പോൾ തൊട്ട് താഴെ ന്യൂ പെൻ ഡ്രൈവ് നിങ്ങൾക്ക് കാണാം. ഇതാണ് എൻ്റെ ഇനി സെറ്റപ്പ് ചെയ്യാനുള്ള പെൻ ഡ്രൈവ്. ഞാൻ എൻ്റെ പഴയ പെൻ ഡ്രൈവ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. പഴയ പെൻ ഡ്രൈവ് റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഞാൻ ഈ പുതിയതായിട്ടൊരു പെൻ ഡ്രൈവ് സെറ്റപ്പ് ചെയ്യാൻ പോവാണ്. ഇൻറ്റേർണൽ സ്റ്റോറേജ് ആയിട്ടാണ്, വെറുതെ ഒരു പെൻ ഡ്രൈവ് ആയിട്ടല്ല സെറ്റ് ചെയ്യുന്നത്. ഞാൻ ഇൻറ്റേർണൽ സ്റ്റോറേജ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ സ്റ്റോറേജ് ഓപ്ഷനിൽ വരിക, നിങ്ങളുടെ പെൻ ഡ്രൈവ് സെലക്ട് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഇവിടെ ചോദിക്കുന്നുണ്ട് സെറ്റപ്പ് ആസ് ഡിവൈസ് സ്റ്റോറേജ്. നിങ്ങൾ ഇൻറ്റേർണൽ മെമ്മറി ആയിട്ട് ചെയ്യണമെങ്കിൽ സെറ്റപ്പ് ആസ് ഡിവൈസ് സ്റ്റോറേജ് മാത്രമേ ചെയ്യുള്ളൂ, റിമൂവൽ സ്റ്റോറേജ് ചെയ്യരുത്. റിമൂവൽ സ്റ്റോറേജ് കഴിഞ്ഞാൽ പെൻ ഡ്രൈവ് ആയിട്ട് മാറും. സെറ്റപ്പ് ആസ് ഡിവൈസ് സ്റ്റോറേജ് വെച്ചാൽ ഈ പെൻ ഡ്രൈവ് നമ്മുടെ ഇൻറ്റേർണൽ മെമ്മറി ആയിട്ട് മെർജ് ആവും. അപ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ മെമ്മറി എക്സ്പാൻഡ് ആവും. അപ്പോൾ നമുക്ക് ഫോമാറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫോമാറ്റിംഗ് കഴിഞ്ഞു. ഇനിയും ചോദിക്കുന്നത് മൂവ് ഡേറ്റ ടു. അപ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ മെമ്മറിയിലെ ഡേറ്റയൊക്കെ നമ്മുടെ പെൻ ഡ്രൈവിലോട്ട് മൂവ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത് അടുത്തത്. അപ്പോൾ നമുക്ക് മൂവ് നൗ കൊടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജിലുള്ള എല്ലാ ഡേറ്റയും ആപ്പുകളൊക്കെ നമ്മുടെ ഈ ഒരു പെൻ ഡ്രൈവിലോട്ട് മൂവ് ആവും. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഡേറ്റ മൂവ് കംപ്ലീഷൻ ആയിട്ടുണ്ട്. നമ്മളിനി സാൻഡ് ഡിസ്കിൽ നമുക്ക് നോക്കാം നമ്മുടെ ആപ്പുകളൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ടി വിയുടെ സ്റ്റോറേജാണ്. ഇപ്പോൾ ടി വിയുടെ സ്റ്റോറേജ് വളരെ സ്പേസ് കുറഞ്ഞത് നമുക്ക് കാണാം. കണ്ടില്ലേ, നമ്മുടെ പെൻ ഡ്രൈവിലോട്ട് സാൻഡ് ഡിസ്കിൻ്റെ USB ഡ്രൈവിലോട്ട് എല്ലാ ആപ്പുകളും മൂവ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഓൾമോസ്റ്റ് എല്ലാ ആപ്പുകളും ഇൻക്ലൂഡിങ് ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴിയാണ് മൂവ് അയക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ഇൻറ്റേർണൽ സ്റ്റോറേജ് നമുക്ക് ടി വിക്കകത്ത് ഫ്രീ ആയിട്ട് കിട്ടി. ഇത് നമ്മുടെ ടി വിയുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം ഇഷ്ടം പോലെ കുറേ ടി വിയിലുള്ള മൊത്തം ഓൾമോസ്റ്റ് എല്ലാ ആപ്പുകളും നമ്മുടെ ഈ പെൻ ഡ്രൈവിലോട്ട് മൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കാരണം എൻ്റെ ടി വിയുടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് കുറേ ഫ്രീ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടി വിയുടെ പെർഫോമൻസ് നല്ല ഹൈ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു 16 GB ഒരു സാൻഡ് ഡിസ്കിൻ്റെ പെൻ ഡ്രൈവാണ് നമ്മളിപ്പം നമ്മുടെ ഈ ആൻഡ്രോയിഡ് ടിവിയുടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആൻഡ്രോയിഡ് ടിവിയുടെ ബാക്കിൽ നിങ്ങൾക്കൊരു പെൻ ഡ്രൈവിൻ്റെ സ്ലോട്ട് കാണാം, കണ്ടല്ലോ ഇത്. അപ്പോൾ ഇവിടെ നിങ്ങളത് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനതിൽ കണക്ട് ചെയ്യാം. ഞാനിപ്പം എൻ്റെ പെൻ ഡ്രൈവ് ആ സ്ലോട്ടിൽ കണക്ട് ചെയ്ത് കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ബാക്കി ടി വിയിൽ നോക്കാം. അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് ടി വി ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻഡ്രോയിഡ് ടി വിക്ക് ഒരു സെറ്റിങ്സ് ബട്ടൺ ഉണ്ട്, കണ്ടില്ലേ. ഹോം സ്ക്രീനിൽ ഏറ്റവും മുകളിൽ റിമോട്ട് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലോട്ടായിട്ട് ഈ ക്ലോക്കിൻ്റെ അടുത്തൊരു സെറ്റിങ്സ് ബട്ടൺ ഉണ്ട്, നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് സെറ്റിങ്സ് വന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. സ്റ്റോറേജ് ആൻഡ് റീസെറ്റ്. അപ്പോൾ പല ടി വിക്കും പല പേരിലായിരിക്കും. ഇപ്പോൾ എല്ലാ ടി വിക്കും ചിലപ്പോൾ സ്റ്റോറേജ് എന്ന് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ചിലതിന് സ്റ്റോറേജ് എന്ന് ആൻഡ് റീസെറ്റ് എന്നൊക്കെ കാണും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് സോണിയുടെ ടി വിയാണ്, അതുകൊണ്ടാണ് ഈ സ്റ്റോറേജ് ആൻഡ് റീസെറ്റ് എന്ന് കാണുന്നത്. അപ്പോൾ നമുക്കത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എൻ്റെ സാൻഡ് ഡിസ്കിൻ്റെ USB ഡ്രൈവ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇൻറ്റേർണൽ സ്റ്റോറേജ് എനിക്ക് 16 GB ആണ് എൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് വരുന്നത് ടി വിയുടെ. അപ്പോൾ അതിൻ്റെ 8.8 ആണ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് എനിക്ക് കാണുന്നത് ടോട്ടൽ സ്പേസ്. അപ്പോൾ നിങ്ങൾക്കിവിടെ എൻ്റെ റിമൂവബിൾ സ്റ്റോറേജ് എന്ന് വെച്ചാൽ USB ഡ്രൈവ് ഞാൻ കണക്ട് ചെയ്തതാണ്. അത് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ടല്ലേ എറൈസ് ആൻഡ് ഫോമാറ്റ്. എറൈസ് ആൻഡ് ഫോമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഫോമാറ്റ് ചെയ്ത് നമ്മുടെ ഡേറ്റയൊക്കെ ഫോമാറ്റ് ചെയ്ത് പുതിയ ഒരു ഡ്രൈവ് പോലെ നമുക്ക് ആയി കിട്ടും. ബട്ട് നമുക്ക് തൊട്ട് താഴെ രജിസ്റ്റർ ടു ക്രിയേറ്റ് സ്പേസ് ഫോർ മോർ ആപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രജിസ്റ്റർ ആസ് ഡിവൈസ് സ്റ്റോറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടി വിയുടെ തന്നെ ഇൻറ്റേർണൽ സ്റ്റോറേജ് ആയിട്ടാണ് നമ്മൾ ഇതിന് ആഡ് ചെയ്യാൻ പോകുന്നത്. വെറും ഒരു പെൻ ഡ്രൈവ് അല്ല, ടി വിയുടെ ഇൻറ്റേർണൽ സ്റ്റോറേജ്. നമ്മൾ ഇങ്ങനൊരു മോഡിൽ ഇത് സെലക്ട് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പുകളെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്സിനെയൊക്കെ നമുക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും ഈ ഒരു പെൻ ഡ്രൈവിലോട്ട്.
മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സമയത്ത് നമ്മൾ പെൻ ഡ്രൈവ് ഊരി മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് പല ആപ്പുകളും നമ്മുടെ ടി വിയിൽ നിന്ന് മിസ്സിങ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് അറിയാം. നമ്മളിപ്പോൾ ജസ്റ്റ് നോക്കാം. ഞാനിപ്പോൾ രജിസ്റ്റർ ഫോമാറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഫോമാറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം സാൻഡിസ്ക് USB ഡ്രൈവ് ടോട്ടൽ 15 GB ഫ്രീ സ്പേസ് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഉണ്ടല്ലേ, ഇപ്പം അതിനകത്ത് അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പം ആപ്സ് ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്, ഓഡിയോ ഉണ്ട്, അങ്ങനെ കുറേ സെക്ഷൻസ് കാണുന്നുണ്ട്. നമുക്കിനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ മൈഗ്രേറ്റ് ഡേറ്റ ടു ദി സ്റ്റോറേജ് എന്നാണ് ഏറ്റവും മുകളിൽ. നിങ്ങൾ പെൻഡ്രൈവ് നിങ്ങളിപ്പം ആ ഒരു സ്റ്റോറേജ് ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഫോമാറ്റ് രജിസ്ട്രാർസ് ഡിവൈസ് സ്റ്റോറേജ് ചെയ്തതിന് ശേഷം ഫോമാറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സാൻഡിസ്കിൻ്റെ പെൻഡ്രൈവിൻ്റെ സെക്ഷൻ വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മൈഗ്രേറ്റ് ഡേറ്റ ടു ദി സ്റ്റോറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻഡ്രോയിഡ് ഇൻറ്റേർണൽ മെമ്മറി നമുക്ക് കൂട്ടാൻ പറ്റും. നമ്മുടെ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻറ്റേർണൽ മെമ്മറി സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ആപ്പുകളൊക്കെ നമുക്ക് ഈ ഒരു പെൻഡ്രൈവിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. കേട്ടല്ലേ, മൂവ് ഡേറ്റ ടു സാൻഡിസ്ക് USB ഡ്രൈവ്. അപ്പോൾ നമ്മുടെ എപ്പോഴും നമുക്ക് ഇൻറ്റേർണൽ മെമ്മറി സ്റ്റോർ ചെയ്യേണ്ടാത്ത കുറേ ആപ്സുകൾ നമുക്ക് ഈ ഒരു പെൻഡ്രൈവിലോട്ട് മൂവ് ചെയ്യാം. ഞാൻ മൂവ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇത് കുറേ ടൈം എടുക്കും, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഡേറ്റ മൂവ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നമുക്ക് കാണാം ആപ്പ് സെക്ഷനിൽ ഇപ്പോൾ 100+ MB ഡേറ്റ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് സാൻഡിസ്ക് സ്റ്റോറേജിൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്ത് നോക്കാം. സക്സസ്ഫുൾ ആണ്, വെരി എഫക്റ്റീവ് ആണ്.